ലോകത്തിലെ ഏറ്റവും മികച്ച എയർലൈനുകളൊന്നായി എയർ ഇന്ത്യയെ കണക്കാക്കിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാൽ വിശ്വസിച്ചേ പറ്റൂ. അങ്ങനെ ഒരു കാലം എയർ ഇന്ത്യക്കുണ്ടായിരുന്നു. ഏറ്റവും മികച്ച സൗകര്യങ്ങൾ, ലോകോത്തര നിലവാരമുള്ള ഭക്ഷണം, ആരെയും ആകർഷിക്കുന്ന ഇൻറ്റീരിയർ ഡെക്കറേഷൻ, എന്തിനേറെ പറയുന്നു, വിദേശ വിമാന കമ്പനികൾ പോലും അസൂയയോടെ നോക്കിയിരുന്ന ഒരു കാലം. ആ കാലത്തു നിന്നും വർഷങ്ങൾക്കപ്പുറം എയർ ഇന്ത്യയുടെ അവസ്ഥ എവിടെ എത്തി നിൽക്കുന്നുവെന്ന് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. സ്വാഗതം മൈൽ സ്റ്റോണിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക്. ഇത് എയർ ഇന്ത്യയുടെ മാത്രം ചരിത്രമല്ല, രാജ്യത്തിൻ്റെ മുഴുവൻ സിവിൽ ഏവിയേഷൻ മേഖലയുടെയും ചരിത്രമാണ്. 1903 റൈറ്റ് സഹോദരന്മാർ ലോകത്തിലെ ആദ്യത്തെ വിമാനം പറത്തിയത്. ഏകദേശം 8 വർഷങ്ങൾക്കിപ്പുറം 1911 ഇന്ത്യയിലെ ആദ്യത്തെ വിമാനം പറന്നു. ഹെൻറി പിക്കറ്റ് എന്ന ഫ്രഞ്ചുകാരനായിരുന്നു ഇതിൻ്റെ പൈലറ്റ്. ഏകദേശം 20 വർഷങ്ങൾക്ക് ശേഷം 1932 ഒക്ടോബർ 15 JRD ടാറ്റ കറാച്ചിയിൽ നിന്ന് മുംബൈയിലേക്ക് ആദ്യത്തെ എയർ ഇന്ത്യ വിമാനം പറത്തി. അന്ന് എയർ ഇന്ത്യ എന്നല്ല, ടാറ്റ എയർലൈൻസ് എന്നായിരുന്നു പേര്. അവർ നടത്തിയ ഈ യാത്ര വളരെ ചരിത്രപരമായ ഒന്നായിരുന്നു. ഇതിനും ഏകദേശം 3 വർഷം മുമ്പാണ് JRD ടാറ്റയ്ക്ക് ഫ്ലൈയിങ് ലൈസൻസ് ലഭിക്കുന്നത്. ഫ്ലൈയിങ് ലൈസൻസ് നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ. വിമാനങ്ങൾ പറത്തുക എന്നത് അദ്ദേഹത്തിൻ്റെ അഭിനിവേശവും സ്വപ്നവുമായിരുന്നു. വിമാനം പറത്തുക മാത്രമല്ല, ഇന്ത്യയിലെ ഒരു വിമാന കമ്പനി തുറക്കുകയും ഒപ്പം സാധാരണക്കാർക്ക് വിമാനത്തിൽ യാത്ര ചെയ്യാനുള്ള സാഹചര്യം സൃഷ്ടിക്കുകയും വേണമെന്ന് അദ്ദേഹത്തിന് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ അത് ചെയ്യാൻ എളുപ്പമായിരുന്നില്ല. ഇതിനായി സർക്കാരിൻ്റെ സഹായം ആവശ്യമായിരുന്നു. എന്നാൽ 1930കളിൽ ഇന്ത്യ ഭരിച്ചിരുന്നത് ബ്രിട്ടീഷ് സർക്കാരായിരുന്നു. അവർ ഒരു രീതിയിലും അവരെ സഹായിക്കാൻ തയ്യാറായില്ല. തങ്ങളുടെ ആഭ്യന്തര വിമാനങ്ങൾ രാജ്യത്ത് പറത്താൻ JRD ടാറ്റയ്ക്ക് കുറച്ച് പണമോ സബ്സിഡിയോ നൽകുന്നത് എന്തിനാണ് എന്ന് അവർ ആലോചിച്ചു. ബ്രിട്ടീഷ് സർക്കാരിനെ ബോധ്യപ്പെടുത്താൻ ടാറ്റ പല ശ്രമങ്ങളും നടത്തി. അദ്ദേഹം നിരവധി ഓഫറുകൾ നൽകിയെങ്കിലും സർക്കാർ എല്ലാ ഓഫറുകളും നിരസിച്ചു. ഒടുവിൽ ടാറ്റ സർക്കാരുമായി ഒരു ധാരണയിലെത്തി. സർക്കാരിൻ്റെ സാമ്പത്തിക സഹായം വേണ്ട എന്നും ഞങ്ങൾക്ക് ഞങ്ങളുടെ വിമാനങ്ങൾ പറത്താൻ അനുമതി നൽകിയാൽ മതിയെന്നും പറയുകയും ഒടുവിൽ ബ്രിട്ടീഷ് സർക്കാരും ആ കാര്യം സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ ടാറ്റ എയർലൈൻസ് ഇന്ത്യയിൽ പിറവിയെടുക്കുന്നു. ഇതിനുശേഷമാണ് ടാറ്റ എയർലൈൻസിൻ്റെ ആദ്യ വിമാനം പറന്നത്. കറാച്ചിയിൽ നിന്ന് ബോംബെയിലേക്ക് 25 കിലോ കത്തുകളുമായി ആദ്യത്തെ വിമാനം പറന്നു. അതേ വർഷം തന്നെ ടാറ്റ എയർലൈൻസ് യാത്രക്കാർക്കായി ആഭ്യന്തര വിമാന സർവീസുകളും ആരംഭിച്ചു. 1946 ടാറ്റ എയർലൈൻസിൻ്റെ പേര് എയർ ഇന്ത്യ എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു. അതേ വർഷം തന്നെ എയർ ഇന്ത്യയെ പബ്ലിക് ലിമിറ്റഡ് കമ്പനിയാക്കി മാറ്റി. 1948 സ്വതന്ത്ര ഇന്ത്യ ആയപ്പോൾ പുതിയ സർക്കാർ എയർ ഇന്ത്യയുടെ 49% ഓഹരികൾ വാങ്ങി. അതേസമയം JRD ടാറ്റ എയർ ഇന്ത്യ ഇൻ്റർനാഷണലും ആരംഭിച്ചു. അങ്ങനെ അന്താരാഷ്ട്ര വിമാന സർവീസുകൾ ആരംഭമായി. 1953 വലിയൊരു നയപരമായ തീരുമാനം സർക്കാർ എടുത്തു. ഇത് JRD ടാറ്റയെ വിഷമിപ്പിക്കുന്നതായിരുന്നു. ഇന്ത്യയിൽ മുഴുവൻ എയർലൈൻ മേഖലകളും ദേശസാൽക്കരിക്കാൻ ഇന്ത്യൻ സർക്കാർ തീരുമാനിച്ചു. ഇന്ത്യയിലെ എല്ലാ എയർലൈൻ കമ്പനികളും ഇനി സർക്കാർ ഉടമസ്ഥയിലാകുമെന്നർത്ഥം. സർക്കാർ നിലവിലുണ്ടായിരുന്ന 8 ആഭ്യന്തര വിമാന കമ്പനികളെ ലയിപ്പിച്ച് ഇന്ത്യൻ എയർലൈൻസ് സൃഷ്ടിച്ചു. എയർ ഇന്ത്യയുടെ ആഭ്യന്തര വിഭാഗം ഈ കമ്പനികളിലൊന്നായിരുന്നു. അതേസമയം എയർ ഇന്ത്യ ഇൻ്റർനാഷണലും സർക്കാർ ദേശസാൽക്കരിച്ചു. അങ്ങനെ അതൊരു പൊതുമേഖലാ യൂണിറ്റായി മാറി, അതായത് സർക്കാർ കമ്പനി. JRD ടാറ്റയും നെഹ്റുവും പരസ്പരം വളരെ നല്ല സുഹൃത്തുക്കളായിരുന്നു. രാജ്യത്തെ ശാസ്ത്രീയ പുരോഗതിയെ നെഹ്റു എപ്പോഴും പ്രോത്സാഹിപ്പിച്ചു. JRD ടാറ്റയും പണ്ഡിറ്റ് നെഹ്റുവിനെ വളരെയധികം ആരാധിച്ചു. എന്നാൽ എയർ ഇന്ത്യ ദേശസാൽക്കരിക്കപ്പെട്ട 1953 എയർ കോർപ്പറേഷൻസ് നിയമം സർക്കാർ പാസാക്കിയപ്പോൾ അത് വഞ്ചനയായി JRD ടാറ്റയ്ക്ക് തോന്നിയിട്ടുണ്ടാവണം. പക്ഷേ പണ്ഡിറ്റ് നെഹ്റുവിൻ്റെ ഈ തീരുമാനത്തോട് അദ്ദേഹം വ്യക്തമായും വിയോജിച്ചു. ദേശസാൽക്കരണം സംബന്ധിച്ച JRD ടാറ്റയുടെ അഭിപ്രായം തുടക്കം മുതൽക്ക് എതിരായിരുന്നു. പക്ഷേ ഒരു കാര്യം അപ്പോഴും ഉറപ്പായിരുന്നു, JRD ടാറ്റ എയർ ഇന്ത്യയുടെ ഭാഗമാണ്. എയർ ഇന്ത്യ ഇൻ്റർനാഷണലിൻ്റെ ചെയർമാനായും ഇന്ത്യൻ എയർലൈൻസിൻ്റെ ഡയറക്ടറുമായി അപ്പോഴും അദ്ദേഹം തുടർന്നു. 1960കളിലും 70കളിലും എയർ ഇന്ത്യ വെറുമൊരു എയർലൈൻസ് മാത്രമായിരുന്നില്ല. അത് നമ്മുടെ രാജ്യത്തെ അന്താരാഷ്ട്ര വേദിയിൽ എങ്ങനെ വീക്ഷിക്കപ്പെടുന്നു എന്നതിൻ്റെ പ്രതിനിധാനമായിരുന്നു. ആതിഥ്യമര്യാദ, ഇന്ത്യൻ സംസ്കാരം, ഭക്ഷണം, കല തുടങ്ങി നമ്മുടെ സംസ്കാരത്തിൻ്റെ കണ്ണാടി കൂടിയായിരുന്നു ഒരു കാലത്ത് എയർ ഇന്ത്യ. എന്തുകൊണ്ടാണ് കഴിഞ്ഞ 20-30 വർഷങ്ങളിൽ എയർ ഇന്ത്യ പരാജയപ്പെട്ടത്? എയർ ഇന്ത്യയുടെ സമീപകാല പ്രതിസന്ധി 7000 കോടിയിലധികം നഷ്ടമുള്ള സ്ഥിതിയിലേക്ക് യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് എത്തി നിൽക്കുന്നത്? ഇതിനു പിന്നിലെ ചില കാരണങ്ങൾ വളരെ നേരായതും വസ്തുനിഷ്ഠവുമാണ്.
ഉദാഹരണത്തിന് ഈ ലയനം നടന്നപ്പോൾ ഈ ലയനത്തിന് മുമ്പ് വ്യത്യസ്ത സവിശേഷതകളും വ്യത്യസ്ത വലുപ്പത്തിലുമുള്ളതുമായ വിമാനങ്ങൾ സർക്കാർ സ്വന്തമാക്കിയിരുന്നു. അതിൻ്റെ ചിലവ് മാത്രം 44,000 കോടി രൂപയായിരുന്നു. ഇതിനു പുറമെ ശമ്പളത്തിൻ്റെ ചിലവും വർദ്ധിച്ചു. പൈലറ്റുമാർ പോലും പണിമുടക്കുന്ന അവസ്ഥയുണ്ടായി. വരും വർഷങ്ങളിൽ കൂടുതൽ അന്താരാഷ്ട്ര വിമാന കമ്പനികൾ കടന്നു വന്നതിനാൽ യാത്രക്കാരിൽ നിന്നുള്ള വരുമാനം വർഷം തോറും കുറഞ്ഞു വരുന്നത് പോലുള്ള ചില അവസ്ഥകളുമുണ്ടായി. യാത്രക്കാർക്ക് പറക്കാൻ കൂടുതൽ ഓപ്ഷനുകൾ ഉണ്ടായിരുന്നു. അതിനാൽ കുറച്ച് അന്താരാഷ്ട്ര റൂട്ടുകൾ കൂടി വിമാനങ്ങൾ തുറക്കണമെന്ന് എയർ ഇന്ത്യ കരുതി. കൂടുതൽ യാത്രക്കാർ എയർ ഇന്ത്യയിലേക്ക് വരുമെന്ന് അവർ പ്രതീക്ഷിച്ചു. എന്നാൽ തുറന്നിട്ടിരിക്കുന്ന പുതിയ അന്താരാഷ്ട്ര റൂട്ടുകൾ നഷ്ടമുണ്ടാകുന്നതായി തെളിഞ്ഞു. 1970കളിലാണ് എയർ ഇന്ത്യയിൽ മാനേജ്മെൻറ്റ് പ്രശ്നങ്ങൾ ആരംഭിച്ചത്. മാനേജ്മെൻറ്റ് മാറുന്നതിന് മുമ്പ് എയർ ഇന്ത്യയുടെ കാബിൻ ക്രൂ അംഗങ്ങൾക്ക് കർശനമായ പരിശീലനം നൽകിയിരുന്നതിൽ മുൻഗണന കൊടുത്തിരുന്നു. എന്നാൽ മാറ്റത്തിന് ശേഷം കാബിൻ ക്രൂവിന് ശരിയായ പരിശീലനം പോലും നൽകിയില്ല. കൂടാതെ ആവശ്യത്തിനനുസരിച്ച് കൂടുതൽ ആളുകളെ നിയമിക്കാതിരുന്നതും പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു. ചിലവുകൾ വലുതായി. ഇൻഫ്ലൈറ്റ് സേവനങ്ങളുടെ നിലവാരം കുറയാൻ തുടങ്ങിയപ്പോൾ യാത്രക്കാർ മറ്റ് എയർലൈനുകളിലേക്ക് കൂടുമാറാൻ തുടങ്ങി. അടുത്ത ഏതാനും ദശകങ്ങളിൽ സർക്കാരും എയർ ഇന്ത്യയുടെ മാനേജ്മെൻറ്റും തമ്മിൽ യോജിച്ച് പ്രവർത്തിക്കുന്നതിൽ പരാജയപ്പെട്ടു. ഇത് കമ്പനിയുടെ നല്ല രീതിയിലുള്ള പ്രവർത്തനത്തെ ബാധിച്ചു. അതായത് തീരുമാനമെടുക്കാനുള്ള ആത്യന്തിക അധികാരം ചില രാഷ്ട്രീയക്കാരുടേതോ ചില ഉദ്യോഗസ്ഥരുടേതോ മാത്രമായിരുന്നു. കൂടാതെ വിമാന കമ്പനികൾ ഏതൊക്കെ വിമാനങ്ങൾ വാങ്ങണം, എത്ര വിമാനങ്ങൾ വാങ്ങണം, ഏതൊക്കെ റൂട്ടുകൾ വിമാനം പറത്തണം തുടങ്ങിയ കാര്യങ്ങൾ അവർക്ക് പ്രായോഗികമായ അറിവുണ്ടായിരുന്നില്ല. തങ്ങളുടെ അറിവ് അത്ര നല്ലതല്ലാത്തത് കൊണ്ടോ അനുഭവപരിചയം നല്ലതല്ലാത്തത് കൊണ്ടോ ശരിയായ തീരുമാനങ്ങൾ എടുക്കാനുള്ള പ്രചോദനമില്ലാത്തത് കൊണ്ടോ നല്ല തീരുമാനങ്ങൾ എടുക്കാൻ അവർക്ക് കഴിയാതെ പോയി. 1970കൾ വരെ എയർ ഇന്ത്യ എയർലൈനുകൾ വളരെ നന്നായി പ്രവർത്തിച്ചു. അത് ഒരു ദേശസാൽകൃത എയർലൈൻ ആണെങ്കിലും മികച്ച എയർലൈനുകളൊന്നായി കണക്കാക്കപ്പെട്ടിരുന്നു. മുകളിലുള്ള മാനേജ്മെൻറ്റ് നന്നായി ജോലി ചെയ്തുകൊണ്ടാകാം അങ്ങനെ സംഭവിച്ചത്. JRD ടാറ്റ തന്നെയായിരുന്നു അതുവരെ അത് കൈകാര്യം ചെയ്തിരുന്നത്. ആ എയർലൈൻ തന്നെ സൃഷ്ടിച്ച പ്രതിഭയ്ക്ക് അത് മാനേജ് ചെയ്യുക എന്നത് ഒട്ടും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നില്ല. ഒരു എയർലൈനിനെ മികച്ച രീതിയിൽ നിലനിർത്താൻ നല്ല മാനേജ്മെൻറ്റിൻ്റെയും തീരുമാനങ്ങളുടെയും ആവശ്യമുണ്ട്. എയർ ഇന്ത്യയുടെ ദേശസാൽക്കരണം അതിനു തടസ്സമാണ് എന്ന് JRD ടാറ്റയ്ക്ക് മുമ്പേ തന്നെ അഭിപ്രായമുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ അഭിപ്രായം ശരിയായിരുന്നു എന്നു കാലം തെളിയിച്ചു. ഒടുവിൽ എയർ ഇന്ത്യയെ സ്വകാര്യവൽക്കരിക്കാൻ സർക്കാർ തീരുമാനിച്ചു. എയർ ഇന്ത്യക്ക് മൊത്തം 70,000 കോടി രൂപയുടെ നഷ്ടമുണ്ടായി. വർഷം തോറും ഈ ഭാരം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഒടുവിൽ 2021 ഒക്ടോബർ 8 സർക്കാർ ഈ വിമാന കമ്പനി ടാറ്റയ്ക്ക് 18,000 കോടി രൂപയ്ക്ക് വിറ്റു. അങ്ങനെ എയർ ഇന്ത്യ വീണ്ടും അവരുടെ യഥാർത്ഥ ഉടമയായ ടാറ്റയുടെ കൈകളിലേക്ക് എത്തിച്ചേർന്നു. ഈ തീരുമാനത്തിന് ശേഷവും എയർ ഇന്ത്യക്ക് വിജയകരമായ ഒരു എയർലൈനായി മാറാൻ കഴിയുമോ എന്നതിൻ്റെ ഉത്തരം കാലത്തിന് മാത്രമേ പറയാൻ കഴിയൂ. ലോകത്ത് വീണ്ടും അതിൻ്റെ മുദ്ര പതിപ്പിക്കാൻ എയർ ഇന്ത്യക്ക് കഴിയുമോ ഇല്ലയോ എന്നറിയില്ല. എന്നാൽ അവസാനം ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് നമ്മൾ ലോകത്തെ ഏറ്റവും മികച്ച എയർലൈനുകളിൽ നോക്കുകയാണെങ്കിൽ സിംഗപ്പൂർ എയർലൈൻസ്, എമിറേറ്റ്സ്, എത്തിഹാദ് എയർലൈൻസ്, ജപ്പാൻ എയർവേസ് തുടങ്ങി ഒരു വലിയ നീണ്ട നിര നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിൽ സർക്കാർ നിയന്ത്രിക്കുന്ന എയർലൈനുകളും തീർത്തും സ്വകാര്യമായി പ്രവർത്തിക്കുന്നവയുമുണ്ട്. പ്രായോഗികമായ തീരുമാനങ്ങളും ശക്തമായ മാനേജ്മെൻറ്റും ഒപ്പം നല്ല തൊഴിലാളികളെയും സൃഷ്ടിക്കാൻ കഴിഞ്ഞാൽ സ്വകാര്യ മേഖലയിലായാലും പൊതുമേഖലയിലായാലും മികച്ച ഉദാഹരണങ്ങൾ പടുത്തുയർത്താൻ കഴിയുക തന്നെ ചെയ്യും. ഇതിന് ഒരുപാട് ഉദാഹരണങ്ങൾ ലോകത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിലവിൽ കേൾക്കുന്ന വാർത്തകൾ എയർ ഇന്ത്യക്ക് ഒട്ടും ശോഭ നൽകുന്നവയല്ല. തൊഴിലാളികളുടെ പ്രശ്നങ്ങളും പണിമുടക്കലും തുടർന്ന് വിമാന സർവീസുകൾ അറിയിപ്പില്ലാതെ നിർത്തലാക്കുകയും ചെയ്യുന്ന അവസ്ഥകൾ നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കണ്ടു. മഹത്തായ പാരമ്പര്യമുള്ള ഇന്ത്യയുടെ ആദ്യത്തെ വിമാന കമ്പനി നല്ല അവസ്ഥയിലേക്ക് തിരിച്ചു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.